ഉടൻ തന്നെ KPCCയിൽ നേതൃമാറ്റമുണ്ടായേക്കുമെന്ന് സൂചന. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കും. മാർച്ചിൽ തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. KPCCയിൽ ഒത്തൊരുമയില്ലെന്നും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അധികാര വടംവലി ശക്തമാണെന്നും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുഗോലു ഹൈക്കമാൻഡിനെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടും കനുഗോലു സമർപ്പിച്ചിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് 11 പേരുകളും കനുഗോലു നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റ ചർച്ചകൾ കഴിഞ്ഞ മാസം നേതൃത്വം ആരംഭിച്ചിരുന്നുവെങ്കിലും സുധാകരൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിന്റെ അതൃപ്തി അറിയിച്ചു. ഇതോടെ പുനഃസംഘടനാ ചർച്ചകൾ താൽക്കാലികമായി നേതൃത്വം നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. കെ സുധാകരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വിളിപ്പിച്ചത്. വെള്ളിയാഴ്ച വീണ്ടും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നുണ്ട്. നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. നേതാക്കൾക്കിടയിൽ ഐക്യം അനിവാര്യമാണെന്നും നേതൃത്വം ആവശ്യപ്പെടും. സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. വയനാട് അടക്കം 10 DCC അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം. അതേസമയം മത സാമുദായിക ഗ്രൂപ്പ് സന്തുലനം പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, സണ്ണി ജോസഫ്, റോജി M. ജോൺ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പരിഗണിക്കുന്നത്. പുതിയ പേര് സംബന്ധിച്ച് സമവായം ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. ഈഴവ സമുദായത്തിൽ നിന്ന് തന്നെയാണ് പുതിയ അധ്യക്ഷനെങ്കിൽ അടൂർ പ്രകാശിനാണ് സാധ്യത. എന്നാൽ കേരള കോൺഗ്രസ് വിട്ടുപോയതോടെ UDFൽ ക്രിസ്ത്യൻ നേതാക്കൾ ഇല്ലാതായെന്ന പരാതിയുമുണ്ട്. അങ്ങനെയെങ്കിൽ ബെന്നി ബെഹനാനോ റോജി M. ജോണിനോ നറുക്കു വീണേക്കാം. ആന്റോ ആന്റണിയും അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നുണ്ട്. വയനാടടക്കം 10 DCC അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം. അതേസമയം വെള്ളിയാഴ്ച നടക്കുന്ന യോഗത്തിൽ ശശി തരൂർ വിവാദം ചർച്ചയാകില്ല. അസാമിൽ ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് പാർട്ടി അധ്യക്ഷനായേക്കും. ഗൊഗോയ് ഒഴിയുകയാണെങ്കിൽ സഭാ ഉപനേതാവ് പദവി വേണമെന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നൽകാൻ ഇടയില്ല. ഏപ്രിലിൽ നടക്കുന്ന അഹമ്മദാബാദ് സെക്ഷന് മുൻപ് പുതിയ നേതൃത്വം ചുമതലയേൽക്കും. തിരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിയിൽ തർക്കമുണ്ടാകുന്നത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിന് ഉണ്ട്. അതിനാൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിരിക്കും നേതൃത്വത്തിന്റെ തീരുമാനം.